ഗുഡ് മോർണിംഗ് സബു. ഗുഡ് മോർണിംഗ്. പഠിച്ചു കഴിഞ്ഞോ? ഇല്ലടാ, കുറച്ചുകൂടെ തീരാനുണ്ട്. നിന്റെതെന്തായി? എന്റെ എല്ലാം കഴിഞ്ഞു. ഫുള്ള് കഴിഞ്ഞോ? ഫുള്ള്. എന്നാ ഞാൻ ചോദിച്ചിരിക്കട്ടെ, അവസാനത്തെ മുഗൾ ചക്രവർത്തി ആരായിരുന്നു? സോഷ്യലെ കാര്യം പഠിക്കും. താനൊക്കെ എന്തായാലും സോഷ്യൽ ടീച്ചർ ആവുന്നു. അയ്യോ, എന്നാ കഷ്ടകാലം. എടോ, ഞാൻ പഠിച്ചത് ബയോളജിയാ. ഇന്ന് സോഷ്യൽ എക്സാമാ. ഷാജി, എനിക്ക് നിനക്കെന്താ വീട്ടിൽ നോക്കുന്നു? ഉറക്കം കുറവാണോ? ഈ ഫോണിൽ കളിച്ച് അങ്ങനെ കിടക്കും. അല്ല, മാത്രല്ല ഇന്നത്തെ കാര്യം പറയണ, ഇന്നലെ ഇൻസിൽ പുതിയ ആൾ വന്നിട്ടുണ്ടായിരുന്നു ചാറ്റിന്. പുതിയാണോ? കൊച്ചു കള്ള. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എന്നാലും പറ, നോടല്ലേ? ഒരു മെറിൻ. ഈ പേര് ഞാൻ എവിടെ? എടാ ദ്രോഹി, നീയാണല്ലോ നോക്കാൻ കെടുക്കുന്ന ആളെ. ഞാൻ നിന്റെ ഉറക്കം കെടുക്കുന്നില്ല. ഈ മെറിൻ ആരാണെന്ന് അറിയാം? നേരിട്ട് കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലല്ലോ. എന്നാ കണ്ടോ, ഞാനാണ് മെറിൻ. എന്തൊക്കെയായിരുന്നു ഒരു മനസ്സിലായോ? എന്തോ ഒരു സ്മെല്ലുണ്ടല്ലോ, ഒരു സിഗരറ്റിന്റെ സ്മെല്ല് പോലെ. ഞാൻ സെൻട്രൽ ഫ്രഷ് കഴിച്ചാണല്ലോ. നീ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നുമില്ല. ബിന്ദു, ചോക്ലേറ്റ്. എനിക്കോട് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു സെക്കൻഡ് സമ്മതിക്കൂല. ഒന്ന് നിർത്തി, ഒരു സെക്കൻഡ്. ഫോർ യു മൈ സ്വീറ്റ് ഹാർട്ട്. താങ്ക്സ് മാത്രം ഇങ്ങോട്ടൊന്നും ഇല്ലേ? ഒന്ന് നന്നായി കൂടെ. സെഡിമെന്റലാടാ. ബോർഡ് എന്തെങ്കിലും റബ്ബർ ബോർഡ്. ക്ലാസ്സിൽ എല്ലാവരും ഉണ്ടോ? ബ്രേക്സ് ഒക്കെ കഴിഞ്ഞാണല്ലോ, പിന്നെന്താ വർഷങ്ങൾ പിന്നെ ഇപ്പൊ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. ബാലു, സബീന, ബിന്ദുജയാണ് വിളിച്ചത്. അശ്വിനി എല്ലാവരും ക്ലാസ് ആണ് കുട്ടി. മനീഷ് ഇല്ലാന്ന് പറഞ്ഞു അല്ലേ? ആബ്സെന്റ്. ഷാജി, എന്താണ് പരിപാടി? ഷാജി നൗഫൽ, അബ്ദുള്ള എവിടെ? ഹോസ്പിറ്റലിൽ കഴിഞ്ഞല്ലോ അബ്ദുള്ള. യൂണിഫോം എവിടെ അബ്ദുള്ള? അലക്കിട്ട് തുടങ്ങിയില്ലേ? അതിന് വേനൽക്കാലമല്ല, മഴക്കാലമൊന്നും അല്ലല്ലോ. പിന്നെന്താ പേരൻസ് വിളിക്കേണ്ടി വരും തോന്നുന്നു. യൂണിഫോം ഇടില്ല, ലേറ്റ് ആയിട്ട് ഇന്നെന്താണോ ലേറ്റ് ആയിട്ട്? അതെന്താ? ഈ ഗ്രാൻഡ് മദർ കഴിഞ്ഞ പ്രാവശ്യം വെച്ച് ഇതേ ഗ്രാൻഡ് മദർ അല്ല. എത്ര ഗ്രാൻഡ് മദർ ഉണ്ട് അബ്ദുള്ളക്ക്? ഒരു ടൂറിന്റെ പ്രപ്പോസൽസ് അത് പറഞ്ഞിട്ടുണ്ട്. സ്നേഹം കൂടുതലായതുകൊണ്ട് 2 days കൊണ്ടുപോകും. ഒരു ദിവസം ഫോൺ കൊടുക്കുന്നുണ്ടോ? എല്ലാ സ്കൂളിലും സ്കൂളാണ് ഫോൺ അലോ ചെയ്യുന്നത്. നീ ആ സ്കൂളിൽ ചേർക്കും. ഇവിടെ ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു ദിവസത്തെ ട്രിപ്പാണ്. 2 days ആണ്. താല്പര്യമില്ലേ? ടൂറിന് താല്പര്യം വരാനാണ് ഉദ്ദേശം. വരുമോ? വരും. ടൂറിന് എന്താണ് താല്പര്യം? പോയ മനീഷ്
താല്പര്യമുണ്ടോ? എന്റെ നാശന്റെ വീട്ടിൽ നിന്ന് സമ്മതിക്കില്ല. ഞാൻ സംസാരിക്കാം. എന്നെ വിടൂ. ഞാൻ പറയാം. വരുമോ? നീ വരുമോ? 2 ദിവസം പറ്റില്ല. ഇപ്പൊ തന്നെ സ്നേഹം കൂടിയിട്ടാണ്. 2 ദിവസം കാത്തിരുന്നു. നീ വരുമോ? ബിന്ദുചേട്ടൻ വീട്ടിൽ ഞാൻ സംസാരിക്കുന്നത് ബിന്ദുചേട്ടൻ കൊണ്ടോണം വേണ്ടത് ഞാനൊന്ന് ആലോചിക്കട്ടെ. ടൂറിന് പറ്റിയിട്ട് അത് സ്വഭാവം നന്നാക്കണം. എന്നാലേ നമ്മൾ ടൂറിനൊക്കെ പോകും. എന്താ നിങ്ങളുടെ തീരുമാനം എന്താ? വരുന്നില്ലേ? താല്പര്യമില്ലേ? എന്താ പറയുന്നത്? എനിക്കോ ഫോണുണ്ട്. പോകണ്ടേ? അല്ലെങ്കിൽ വരുന്നില്ല. അങ്ങനെയാണോ? ഇതൊക്കെ ഒരു അവസരമാണ് മക്കളെ. ടൂറിനൊക്കെ പോകുന്നത് ഒരു അവസരമാണ്. വീട്ടുകാരോടൊക്കെ നമുക്ക് സംസാരിക്കാം. നിങ്ങൾ വരികയാണെങ്കിൽ നമുക്കത് സാറിനോട് ഞാൻ ചെന്ന് പറയാം. സാറിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സാർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഡിസിപ്ലിന്റെ കാര്യത്തില്. അപ്പൊ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ബയോളജി ഞാൻ പഠിക്കുന്ന ബുക്ക് അതല്ലല്ലോ. എല്ലാം ഷെയറിംഗ് ആണല്ലേ? അശ്വിന് ഷെയർ ചെയ്യാൻ സൈഡിൽ ആരുമില്ലേ? ഈ ഫ്രണ്ടിൽ പെൺകുട്ടികളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? എന്തുചാ എടുത്തല്ലോ അല്ലേ? അപ്പൊ ഇന്ന് നമ്മള് പഠിപ്പിക്കുന്ന ടോപ്പിക് ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് അതേതാണ്? മനസ്സിലോ? സെൽ. ഈ ബാല് പറഞ്ഞ സെൽ എന്നുള്ള ഡെഫിനേഷൻ പഠിച്ചിട്ടുണ്ടോ? സെൽഫോണാണ്. ഞാൻ ബയോളജി നമ്മുടെ ശരീരത്തിലെ സെല്ലിനെ കുറിച്ചാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളെ പഠിപ്പിക്കുമ്പോഴേ ഞാനൊരു വരുവാണ്. യൂണിറ്റ് ആണ് സെൽ. The smallest structural and functional unit of a body, of a living organism is called definition. ശ്രദ്ധിച്ചാലല്ലേ എന്താ സ്പെല്ലിംഗ് പറഞ്ഞ ഞാൻ എഴുതാം. ബോർഡിൽ എഴുതാം. ശ്രദ്ധിക്കും. ഞാനീ പ്രായം കഴിഞ്ഞിട്ട് വന്നേ വേദത്തിൽ കണ്ടിട്ടുണ്ട്. നോട്ട് നോക്കിണ്ടല്ലോ അല്ലേ? ഉണ്ടല്ലോ. ഇനിയിപ്പോ എന്നെ അയാളുടെ കൂടെ കുടിക്കും. Bakın bir sultan mı? Böyle bir şey. Bana ver. ഞാനത് ഈവനിങ് ക്ലാസ്സിന് പോകുന്നത്. യൂഷ്വലി ഓഫീസിൽ വെക്കാറുണ്ട്. ഒന്ന് ഓഫീസിൽ എന്താണ് ഇത് നമുക്ക് ക്ലാസ്സുകളോട് വിട്ടിരുന്നെങ്കിൽ ക്ലാസ്സിൽ യൂസ് ചെയ്യാറുണ്ട്. ഗെയിം കളിക്കാറുണ്ട്. എല്ലാവരും മറ്റൊരു പേര് എന്തെങ്കിലും നമുക്ക് നോക്കാം. ചെക്ക് ചെയ്ത് നിങ്ങൾ ഇതാണോ പഠിപ്പിക്കുന്നത്? താൻ ഒരു പ്രാവശ്യം പിടിച്ചിട്ട് താൻ ഒരു പ്രാവശ്യം താൻ രക്ഷപ്പെട്ടു പോയതല്ലേ? നീ എന്തോ സ്കൂളിൽ ആസ്ഥാനം പോകാനായി പറഞ്ഞു. നിന്റെ അല്ലേ ഈ ബാഗ് ആരാ? സിഗരറ്റ് എത്ര മണിക്ക് വിളിക്കുക? ഓഫീസിലേക്ക് വരെ കാണും. ടീച്ചർ ഇങ്ങനെ പഠിപ്പിക്കുന്നത് ശരിയാവൂല്ലോ. പറയുന്ന കാര്യമല്ലോ. ഈ ബാഗ് പാരന്റ്സ് കൊടുത്താൽ എന്തൊക്കെയുണ്ട് മാം? മാം പെൻഡ്രൈവ് മാം CD മാം സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അവർ കൊടുക്കുന്നത് എന്ത് മെറ്റീരിയലാണ് ആർക്കറിയാം? ഇവർ രണ്ടുപേരും സിനിമയാണ്.
നിനക്ക് എന്റെ നേരം ശരി, ഞാനൊരു ലെറ്റർ കൊടുത്തപ്പോ വലിയ സംഭവം ഇവിടെ വെൻഡ്രൈവ് സൈഡിൽ നിന്ന് കൊടുത്തു. ഇതൊക്കെ അച്ഛനെ പാരന്റ്സ് സംസാരിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഞാൻ വിളിക്കാം സാർ. എത്രയും പെട്ടെന്ന് തന്നെ തന്നെ ഗവൺമെന്റ് കൊടുത്ത് തലേതാ. വെടി കുടിക്കും. ഇന്ന് കുട്ടി കാണാം. ശരി സാർ, ഞാൻ ഇതാണ് നിങ്ങൾക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എത്ര പ്രാവശ്യം ഉപദേശിക്കാം? എന്താ ഷാജീത്? ഫോണ്, CD, നീ ഇതിലൊക്കെ അപ്പുറം നിന്റെ കയ്യിൽ ഇത് സ്ഥിരം പരിപാടിയാണോ? എനിക്ക് വേറെ വഴിയൊന്നുമില്ല. സാറ് പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ഇനിയിപ്പോ വിളിക്കാതിരിക്കാൻ എന്താ ചെയ്യാം? ഇത് സ്ഥിരം പഠിക്കുന്നുണ്ടോ? ഞങ്ങളെ വിളിക്കാറുണ്ട്. ഷാജി അടുത്ത് പോവാറുണ്ട്. ഷാജി ചിരിക്കുന്നു. ഷാജിയുടെ ബാഗിലൊക്കെ സിഗരറ്റ് ഉണ്ടാകുന്നുണ്ട്. നോക്കണം ഞാനുണ്ടല്ലോ വേഗം നോക്കാൻ. ഞാനെന്ത് അവിടെ പറഞ്ഞിട്ടൊരു കാര്യം മിക്കവാറും നിന്നെയൊക്കെ പുറത്താക്കാം. ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യം. ഞാൻ പോയിട്ട് ഇനിയിപ്പം പേരൻസിനെ വിളിച്ച് തലവേദന, എന്നും തലവേദന ഈ ക്ലാസ്. ജോലിയിലൊക്കെ ഉണ്ട് കണ്ടോ, പക്ഷെ താടി കാരണം അറിയാത്തോണ്ടാ. ഇല്ലാത്തോണ്ടല്ല. ഈ ജോലിനെ എങ്ങനെ വരുത്തുക? അതോ ന്യൂ എന്ന് പറഞ്ഞ പരിപാടിയാണ്. ഇവരുടെ അല്ലേ മൈനസ് ഓറ. അല്ലെ ഇവിടെ ഫുൾ പോസിറ്റീവ് പറയാണല്ലോ. അല്ല ഇനി ക്ലാസ് പോകണം. ക്ലാസ് തുടങ്ങിയിട്ട് 10 മിനിറ്റ്. ഇത് 10 മിനിറ്റ് ആയോ? പണിയാട്ടോ. ഒരാളിപ്പോ ലാപ്പും പിടിച്ച് വന്നിട്ട് ക്ലാസ് എടുക്കാൻ. നമുക്കൊരു കാര്യം ചെയ്യാം. നൈസ് ഒരു ലൈബ്രറി പോയിരിക്കാം. നല്ല ഓപ്ഷനാണ്. പക്ഷെ പ്രശ്നം എന്താ അറിയോ, മറ്റേ 2 ടീച്ചേഴ്സ് ഉണ്ടാവും, സോഷ്യലും ബയോളജി ബയോളജി. അവിടെ ഒന്നും ഇരിക്കുന്നുണ്ടാവും. അത് സീന. ലൈബ്രറിയും പ്രശ്നമില്ല, ആളവിടെ ഉണ്ടാവുകയല്ല. അവിടെ പോയിരിക്കാം. ഇയാളെ കണ്ടേ പോണോ? എടാ അവിടെ ഒരു പേരൊക്കെ ഉണ്ടല്ലേ. ഏത്? അതോ? അത് പച്ചടോ. പഴുത്തില്ല. പഴുത്തൊക്കെ നല്ല 10ാം ക്ലാസ് കറുത്തില്ലേ. ഇവന്മാരെ കൊണ്ടൊരു ശല്യം. ഇവര് ഒരു ടൈം ഇട്ടേ ക്ലാസ് പോലും കയറാറില്ല. ഫുള്ള് ഇവിടെ ഒന്ന് പേരൊക്കെ നോക്കിക്കൊണ്ട് എന്തെങ്കിലും ചെയ്യട്ടെ. ലഞ്ച് ബ്രേക്ക് ആയില്ലേ? 5 ബ്രേക്കായി. പോവാം. ഫുഡാ. എന്താ ഫുഡ്? എന്ത് സ്ഥിരം സാമ്പാറും ചോറും തന്നെ അല്ല. അല്ല ചൊവ്വാഴ്ച അല്ലേ ബിരിയാണി. ഓ പക്ഷെ എന്റെ മനസ്സിൽ ഇപ്പൊ ബിരിയാണി ഒന്നുമല്ല. എന്റെ മനസ്സെന്താ എനിക്കറിയാം. അസുഖം ഉണ്ടായില്ലേ? ഇല്ലേ? സാറ് റൗൺസിന് വന്നിരുന്നേ. അപ്പൊ റൗൺസിന് വന്നപ്പോ ബാഗ്സ് ഒക്കെ ചെക്ക് ചെയ്തിരുന്നു. ബാഗിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി. അത് ആ പ്രശ്നം നീന് പറഞ്ഞാലും എന്താ സാധനങ്ങളെന്നൊക്കെ പറഞ്ഞു. അതെങ്ങനെ പെട്ട് അറിയാതെ നിന്റെ ഇതിലെങ്ങനെ വരുന്നു? നീ അറിയാതെ? കുട്ടികൾ പറയണ അവൻ സ്ഥിരം വലിക്കാറുണ്ട്, മറ്റുള്ളവരെയും വലിക്കാൻ അവൻ സിഗരറ്റ് വലിക്കാൻ വിളിക്കാറുണ്ടെന്നൊക്കെയാണ് കുട്ടികൾ പറഞ്ഞത്. സ്കൂള് വിട്ട് വന്ന് കുറച്ച് സമയം ഒന്ന് കളിക്കാൻ പോകുന്നല്ലാതെ വേറെ നീ സത്യം ഞാൻ ചെയ്തില്ല സാർ, ഞാൻ ഉപയോഗിച്ചിട്ടില്ല. മണം തന്നെ. നീ സത്യം പറയൂ. നീ എന്തെങ്കിലും പറഞ്ഞോ? കുഴപ്പമില്ല, പറ, ശരിക്കും പറ. വച്ചോടാ, സത്യം പറ. അപ്പൊ നീ വലിച്ചു അല്ലേ?
എപ്പോഴെങ്കിലും ഒരു മോശം ക്ലാസ് ഉണ്ടെന്ന് സാർ നിങ്ങളൊന്ന് ആലോചിച്ചു. രാവിലെ ഞാൻ നമുക്ക് ടൂറിന്റെ കാര്യം പറഞ്ഞു. എല്ലാ ദിവസവും ഉപദേശിക്കരുത്. സ്കൂൾ ലൈഫ് ഒരു കാര്യം മനസ്സിലാക്കണം. സ്കൂൾ ലൈഫ് ഒരു വ്യക്തിയുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പീരീഡാണ്. നിങ്ങളിപ്പോ പ്രായം കഴിഞ്ഞിട്ടല്ലേ ഞാനും ഈ ടീച്ചറൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുന്നത്. നമ്മളുടെ എന്താ ഷാജിക്ക് കേൾക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഫോൺ തിരിച്ചു കിട്ടും. അപ്പോഴും നീ അതാ ചോദിക്കുന്നത്. നീ കൊണ്ടുവന്നത് തെറ്റാന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ ഷാജി. എനിക്ക് ഫോണിൽ ജീവിക്കാൻ പറ്റില്ല. അത് സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും അപ്പൊ അതിന് നമുക്കൊരു സൊല്യൂഷൻ കാണണം. നമുക്ക് എന്താ ഞാനൊരു കൗൺസിലിംഗിന് റെഫർ ചെയ്യാം. നീ റെഡിയാണോ? പേരൻസിനോട് ഞാൻ സംസാരിക്കണോ? ഞാൻ സംസാരിക്കാം. ഓക്കെ ഫൈൻ, അഗ്രി. നിന്റെ ഡിസിഷൻ പേരൻസിനെ നമ്മളിപ്പോൾ ഒന്നും അറിയിക്കുന്നില്ല. പക്ഷെ കൗൺസിലിംഗ് നീ റെഡിയാവും. സംസാരിക്കാം. അത് ഞാൻ നല്ല ഈ ക്ലാസ്സിൽ എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ. ഇപ്പൊ എന്റെ അടുത്ത് മാത്രം ഫോൺ പിടിച്ചു എന്നുള്ളൂ. എല്ലാവരും അതിനർത്ഥം ഞാൻ മാത്രം യൂസ് ചെയ്യുന്നല്ല. പലരും സ്കൂൾ കൊണ്ടുവരുന്നില്ലായിരിക്കും. പക്ഷെ എനിക്ക് അതുപോലും പറ്റുന്നില്ല. ഞങ്ങൾക്കൊന്നും അക്കൗണ്ട് ഇല്ല. അല്ല, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊന്നും ഇല്ല. ലെറ്റർ കൊടുത്തോളൂ. ക്ലാസ് റൂമില് ഓക്കെ അണ്ടർസ്റ്റാൻഡ്, ഇഷ്ടം, ക്രഷ് ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കാം. പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ഇതൊരു സ്കൂളാണ്. ഈ കോളേജിലൊന്നും അല്ല പഠിക്കുന്നത്. തമാശക്ക് അപ്പൊ കഴിഞ്ഞ കൊടുത്തിട്ടുണ്ടോ? വേറെ ദിവസം കൊടുത്തിട്ടുണ്ടോ? അതൊരു തമാശക്ക് തമാശ തമാശ. അപ്പൊ നിനക്ക് ബോധമില്ലേ അങ്ങനെ അടുത്ത് കൊണ്ടുവന്ന് തരുമ്പോൾ അത് വാങ്ങാൻ പാടില്ല എന്നുള്ളത്? നിനക്ക് വീട്ടുകാരെ സ്കൂളിലേക്ക് വിശ്വസിച്ച് പറഞ്ഞിരുന്നതിനാ? സ്കൂളിൽ വരുന്നത് പഠിക്കാനാണ്, അല്ലാതെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനല്ല. ഇനി മേലെ മേക്കപ്പ് ആയിട്ട് കൊണ്ട് എടുത്തിട്ട് വന്നില്ല. ഒരു പഠിക്കുന്ന കുട്ടിയാണെന്നൊരു ഇംപ്രഷൻ എനിക്കില്ലേ, അതാണ് പോയിന്റ്. ഇത്രയും കാര്യത്തിൽ ശ്രദ്ധ തോന്നി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പഠിക്കുക? നിനക്ക് ഇങ്ങനെ ബിറ്റ് ഞാൻ മാർക്ക് അങ്ങനെ എന്തെങ്കിലും നിന്ന് തല്ലിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഇതിനാണ് ബിറ്റ് അടിച്ചിട്ട്. എക്സാം എന്ന് പറയുന്നത് അവനവനെ അസസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ്. ഇവിടെ മാർക്ക് കുറഞ്ഞാൽ ഞാൻ വീട്ടിലൊന്നും വിളിച്ച് പറയാറില്ല. പിന്നെ എന്തിനാണത് ബിറ്റിന്റെ ആവശ്യം? ഇനി മേലൊരാവർത്തിക്കുന്നു നന്നാകൂലോ അല്ലേ? ഇപ്പൊ ക്ലാസ്സിലെ ആകെ കൂടെ ഒരു കുട്ടിയുടെ കയ്യിൽ മാത്രമേ ഒന്നും കിട്ടാത്തുള്ളൂ. ബാലുവിന്റെ ഇതെന്താ പ്ലാൻ? എന്താ സാറ് സസ്പെൻഷൻ ഒക്കെ പറയുന്നത്? ഞാനെന്താ പറയുന്നത്? എന്നാ പിന്നെ അങ്ങനത്തെ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കിക്കൂടെ? എൻജോയ് ചെയ്യുക സ്കൂൾ ലൈഫ്. അതിന് ഞാൻ എതിർക്കുന്നില്ല, അത് സപ്പോർട്ട് ചെയ്യുന്നു. Sorry, heart is not from your mouth. It should be from your heart. Okay, thank you.